നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് വിശദമായി. വലിയ ഇടയന് വിട. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട. വത്തിക്കാനിലെ സാന്താ മാർത്ത വസതിയിൽ ഇന്ത്യൻ സമയം രാവിലെ 11 മണിയോടെയായിരുന്നു അന്ത്യം. സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും പ്രതിരൂപം, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ പ്രധാന ബാൽക്കണിയിൽ ഈസ്റ്റർ ദിന സന്ദേശവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയപ്പോൾ വിശ്വാസി സമൂഹം ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ആ വിയോഗ വാർത്ത ലോകത്തെ തേടിയെത്തി. പ്രാദേശിക സമയം രാവിലെ 7:35 വിയോഗം. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം ആശുപത്രിവാസത്തിലായിരുന്നു മാർപ്പാപ്പ. തുടർന്ന് വിശ്രമത്തിലിരിക്കെയാണ് 88-ാം വയസ്സിൽ വിയോഗം. ലോക നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാര ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്ന് മാർപ്പാപ്പ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ചടങ്ങുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വത്തിക്കാൻ പിന്നീട് അറിയിക്കും. ന്യൂസ് ഡെസ്ക് 24. മനുഷ്യത്വത്തിൽ ഊന്നിയ നിലപാടുകളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അമേരിക്കയുടെ കൂട്ട നാടുകടത്തലുകൾക്കെതിരെയും ഗസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെയും ശക്തമായ നിലപാടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തത്. സഭയ്ക്കുള്ളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനായി പരിഷ്കരണ നടപടികൾക്കും ഫ്രാൻസിസ് പാപ്പ തുടക്കമിട്ടു. നിലപാടുകളിലെ ധീരതയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്ര. സാമൂഹ്യനീതിക്കും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനുമൊപ്പമായിരുന്നു എക്കാലത്തും മാർപ്പാപ്പ. എതിർപ്പുകളുണ്ടായപ്പോഴും ശരിയുടെ പക്ഷം ചേർന്നു നിൽക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ശ്രമിച്ചത്. ദരിദ്രർക്കും കുടിയേറ്റക്കാർക്കുമായി അദ്ദേഹം ശബ്ദമുയർത്തി. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. ആഗോള സമാധാനവും പരസ്പര ധാരണയും വളർത്തുന്നതിനായി മതാന്തര സംവാദത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ സജീവമായി പ്രോത്സാഹിപ്പിച്ചു. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിൽ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി നിരന്തരം വാദിച്ചു. അൽ അസ്ഹറിന്റെ ഗ്രാൻഡ് ഇമാം ഷെയ്ഖ് അഹമ്മദ് എൽ തയ്യബിനൊപ്പം അദ്ദേഹം മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള രേഖയിൽ ഒപ്പുവെച്ചു. ദൈവത്തിലും മനുഷ്യ സാഹോദര്യത്തിലും വിശ്വാസമുള്ള എല്ലാ വ്യക്തികളെയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ക്ഷണിക്കുന്ന ഒരു രേഖയായിരുന്നു അത്. സാമൂഹ്യനീതിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ പ്രതിരോധത്തിനുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം അടയാളപ്പെടുത്തിയത്. അമേരിക്കയുടെ കൂട്ട നാടുകടത്തൽ നയങ്ങളെ മാർപ്പാപ്പ പരസ്യമായി വിമർശിച്ചു. കുടിയേറ്റക്കാരോട് അനുകമ്പയുള്ള പെരുമാറ്റം വേണമെന്നും അവർക്കെതിരായ വിവേചനപരമായ നീക്കങ്ങൾ അപലപിക്കപ്പെടണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് മനുഷ്യക്കുരുതിയാണെന്ന് പറയാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മടിച്ചു നിന്നില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ആഴത്തിലുള്ള ആശങ്കയും ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചിരുന്നു. ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നം അഭിമുഖീകരിക്കണമെന്ന് 2015 മുതൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. സഭയ്ക്കുള്ളിൽ പുരോഹിതർ ലൈംഗിക ദുരുപയോഗവും സാമ്പത്തിക ദുരുപയോഗവും നടത്തുന്നത് ഇല്ലാതാക്കുന്നതിനായി നിർണായക നടപടികൾ സ്വീകരിച്ചു. സമാധാനം, സാമൂഹിക നീതി, പരിസ്ഥിതി സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർപ്പാപ്പയുടെ ശ്രമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് 2025 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം വിത്ത് ഡിസ്റ്റിങ്ഷൻ നൽകി ആദരിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആഗോള കത്തോലിക്ക സഭയെ ഇനി ആര് നയിക്കും?
80 വയസ്സ് കവിയാത്ത കർദിനാൾമാരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് ദിവസങ്ങൾക്കകം തുടക്കമാകും. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല, വത്തിക്കാന്റെ ഭരണത്തലവനും റോം രൂപതയുടെ ബിഷപ്പുമാണ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ക്രിസ്തു ശിഷ്യനായ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്ന് സഭയെ ഇനി ആര് നയിക്കും? കത്തോലിക്ക സഭയുടെ തലവനെ നിശ്ചയിക്കാൻ കർദിനാൾ സംഘം 2 ആഴ്ചയ്ക്കകം വത്തിക്കാനിൽ ഒത്തുചേരും. നിലവിലെ മാർപ്പാപ്പയുടെ മരണശേഷമോ അല്ലെങ്കിൽ രാജിവെച്ച ശേഷമോ 2 ആഴ്ചയ്ക്കുള്ളിലാണ് സാധാരണ പേപ്പൽ കോൺക്ലേവ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടടുത്തുള്ള സിസ്റ്റൈൻ ചാപ്പലിലാണ് തെരഞ്ഞെടുപ്പിനായി കർദിനാൾമാർ ഒത്തുചേരുക. നിലവിൽ 252 കർദിനാൾമാരുണ്ടെങ്കിലും 138 പേർക്ക് മാത്രമാണ് വോട്ടവകാശം. നിലവിൽ കേരളത്തിൽ നിന്ന് കർദിനാൾമാരായ ബെസേലിയൂസ് മാർ ക്ലിമീസിനും ജോർജ് കൂവക്കാടിനും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാം. വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ 2 പേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൾമാരായവർ. കോൺക്ലേവിൽ 2 അതിലധികമോ ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും. 2 വോട്ട് കിട്ടുന്നതുവരെ കോൺക്ലേവിൽ വോട്ടെടുപ്പ് തുടരും. എണ്ണിയ ബാലറ്റുകൾ ചരടിൽ കോർത്ത് സൂക്ഷിക്കും. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ കറുത്ത പുകയുയരും. പാപ്പയെ തെരഞ്ഞെടുത്താൽ വെളുത്ത പുകയും. പുതിയ മാർപ്പാപ്പയ്ക്ക് ധരിക്കാൻ 3 വലുപ്പത്തിലുള്ള വസ്ത്രങ്ങളും ഷൂസും പേപ്പൽ കോൺക്ലേവ് തുടങ്ങുമ്പോൾ തന്നെ സജ്ജമാക്കി വെക്കാറുണ്ട്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ പുതിയ പേര് സ്വീകരിച്ച് കർദിനാൾ സംഘത്തിന്റെ തലവനൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. ഇടുക്കി പരുന്തുംപാറയിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് 1000-ലധികം പേർക്ക് നോട്ടീസ് നൽകിയെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മെയ് 5-ന് പൂർത്തിയാക്കും. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫ് പരുന്തുംപാറയിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മഞ്ജുമല, പീരുമേട് എന്നീ വില്ലേജുകളിലെ 2 സർവേ നമ്പറിൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്കാണ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ജുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെ സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. റവന്യൂ രേഖകളും കൈവശക്കാർ ഹാജരാക്കുന്ന രേഖകളും 15 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടിയെടുക്കും. സ്ക്രൂട്ടിനി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് എൻക്രോച്ച്മെൻറ്റ് കേസസ് ഓർ ഫാബ്രിക്കേറ്റഡ് കേസസ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് KLC നടപടികൾ തുടങ്ങും. പക്ഷേ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത സാധനം തന്നെയാണ് ഉറപ്പുണ്ടെങ്കിൽ അത് അവർക്ക് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് അവർക്ക് നിർത്തി കൊണ്ടുപോകാം. മറ്റൊരു സർവേ നമ്പറിൽ കിട്ടിയ പട്ടയം ഉപയോഗിച്ച് പരുന്തുംപാറയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള സർവേ വിഭാഗത്തിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണ നിരോധനാജ്ഞ മെയ് 5-നാണ് അവസാനിക്കുക. ഇതിനുള്ളിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കും. കയ്യേറ്റം എന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. പരുന്തുംപാറയിൽ അനധികൃതമായി റിസോർട്ട് നിർമ്മിച്ച സജിത്ത് ജോസഫിന് കിട്ടിയെന്നവകാശപ്പെടുന്ന പട്ടയം കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രമുള്ളതാണ്. ഇവിടെയാണ് 5 ബഹുനില വാണിജ്യ കെട്ടിടം പണിതിരിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. തൃശൂർ പൂര വിളംബരത്തിന് തിടമ്പേറ്റാൻ ഇക്കുറിയും കൊമ്പൻ എറണാകുളം ശിവകുമാർ. നെയ്തലക്കാവ്യമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറന്ന് ശിവകുമാർ പൂരവിളംബരം നടത്തും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഘടകപൂര ആഘോഷ കമ്മിറ്റികളുമായി നടത്തിയ ആലോചനാ യോഗത്തിലാണ് തീരുമാനം. മെയ് 6-നാണ് തൃശൂർ പൂരം. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പൂരവിളംബരത്തിന് ഇത്തവണയും എറണാകുളം ശിവകുമാർ തന്നെ ആയിരിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ ഘടകപൂര ആഘോഷ കമ്മിറ്റികളുടെ ആലോചനാ യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് എറണാകുളം ശിവകുമാറിനെ തന്നെ പൂരവിളംബരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുന്നത്. നെയ്തിലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്നാണ് ഈ പൂരവിളംബരം നടത്തുക. മെയ് 5-നാണ് തൃശൂർ പൂരത്തിന്റെ പൂരവിളംബരം നടക്കുക. മെയ് 6-ന് പൂരം നടക്കുകയും ചെയ്യും. 25-ാം തീയതി തിരുവമ്പാടിയുടെ പന്തൽക്കാൽ നാട്ടുകർമ്മം അടക്കം നടക്കുന്നതോടുകൂടി തൃശൂർ പൂരം അതിന്റെ ഒരുക്കങ്ങളുടെ മൂർത്തിമത് ഭാവത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തായാലും തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. അതിനിടയിലാണ് പൂരവിളംബരത്തിന് ഇക്കുറി എറണാകുളം ശിവകുമാർ തന്നെയായിരിക്കുമെന്ന പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശൂരിൽ നിന്നും ഒരു വാർത്ത കോഴിക്കോട് നിന്നിപ്പോൾ വരുന്നുണ്ട്. അവിടെ പേരാമ്പ്രയിൽ ഹോട്ടൽ അടപ്പിച്ചു. ബൈപ്പാസ് റോഡിലെ ഹോട്ടൽ തറവാട് വനിതാ മെസ്സാണ് പൂട്ടിച്ചത്. ബിരിയാണിയിൽ പുഴുവിനെ കിട്ടി.
അതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. ആരോഗ്യ വിഭാഗമാണ് 10 ദിവസത്തേക്ക് ഇപ്പോൾ ഹോട്ടൽ അടപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയിക്കുന്നുണ്ട് രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് കാലിക്കടവിൽ സംസ്ഥാനതല ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത്. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ലെന്നും കേന്ദ്രത്തിന് നശീകരണ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്രം അവഗണിക്കുമ്പോൾ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. 500 പേർ പങ്കെടുത്ത പരിപാടിയിൽ നവകേരളവും ഭാവി വികസന പദ്ധതികളും ചർച്ചയായി. 40 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക. 24 കാസർഗോഡ്. സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്തെന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് കോടികളുടെ മാമാങ്കം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. എല്ലാ പദ്ധതികളും നടപ്പാക്കിയാണ് വാർഷികാഘോഷം എന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ പ്രതിരോധം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ആഘോഷം ദൂർത്തെന്ന് ചൂണ്ടിക്കാട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് മാമാങ്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. അങ്ങ് ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. കടം കയറി മുടിഞ്ഞ തറവാടിന്റെ കാരണവരാണ് പിണറായി വിജയനെന്ന് UDF കൺവീനർ MM ഹസനും മാമാങ്കത്തിന് UDF കൂട്ടുനിൽക്കില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് വാർഷികം ആഘോഷിക്കുന്നതെന്ന് BJPയും കുറ്റപ്പെടുത്തി. ആശാ വർക്കർ 232 രൂപയുടെ ശമ്പളമുള്ള ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പാക്കിയാണ് ആഘോഷമെന്നാണ് ആരോപണങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. തെറ്റായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഗവൺമെന്റിന്റെ കാലയളവിലും നിങ്ങളെടുത്ത് നോക്കിക്കോ, 2011 മുതൽ 16 വരെ ഗവൺമെന്റ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് PRDക്ക് ചെലവഴിച്ച പണം എത്രയാണ്? അന്നത്തെ തുകയുടെ നാണയത്തിന്റെ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 കോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികാഘോഷമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജില്ലകളിലെ പന്തൽ നിർമ്മാണത്തിന് മാത്രം 40 കോടിയിലേറെ രൂപ ചിലവിടുന്നുവെന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച തുടരുകയാണ്. വ്യാപാര കരാറും പ്രതിരോധ രംഗത്തെ ഉൾപ്പെടെ സഹകരണവും ചർച്ചയാകുന്നുണ്ട്. വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ JD വാൻസിനും ഒപ്പം കുടുംബത്തിനും പ്രത്യേകം വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിലും US വൈസ് പ്രസിഡന്റ് ആ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച എന്ന് കൂടി നമുക്കതിനെ പറയേണ്ടി വരും. കാരണം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന പകരച്ചുങ്കം
ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ പ്രതിരോധ മേഖലയിലടക്കം കൂടുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നിർണായക തീരുമാനങ്ങളടക്കം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് JD വാൻസ് കുടുംബവും ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യ JD വാൻസിനും കുടുംബത്തിനും നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അക്ഷർധാം അവർ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയ്പൂരിലേക്കായിരിക്കും അദ്ദേഹം തിരിക്കുക. നാളെ അദ്ദേഹം ആഗ്രയിലെ താജ്മഹൽ സന്ദർശനവുമുണ്ട്. 24-ാം തീയതി ആയിരിക്കും തിരികെ US-ലേക്ക് മടങ്ങിപ്പോവുക. US വൈസ് പ്രസിഡന്റ് ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഉഷ വാൻസ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയ കൂടിയാണ്. ഒപ്പം മക്കൾക്കുമൊപ്പമാണ് ഇന്ത്യ സന്ദർശനത്തിനായി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഡൽഹിയിലടക്കം വിവിധ മേഖലകളിൽ US വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് വൈകിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രത്യേകമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇനി പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ആ അത്താഴ വിരുന്നിലും അദ്ദേഹവും കുടുംബവും പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും തിരികെ ജയ്പൂരിലേക്ക് മടങ്ങുന്നത്. ഉന്മേഷ്. ശരി, വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാഹുൽ സുരേഷ് ഒരു വാർത്ത അറിയിക്കുന്ന കോഴിക്കോട് കുറ്റ്യാടിയിൽ ഉമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന 1.5 മാസം പ്രായമായ കുട്ടി മരിച്ച നിലയിൽ എന്നൊരു വാർത്ത ഇപ്പോൾ രാഹുൽ സുരേഷ് അറിയിക്കുന്നുണ്ട്. ഉദയോത്ത് റിയാസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത് എന്നാണ് രാഹുൽ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് അറിയിക്കുന്നത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖാചരണവുമായി രാജ്യങ്ങൾ. പോപ്പിന്റെ ജന്മനാടായ അർജന്റീനയിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റുമെന്നും വത്തിക്കാൻ അറിയിച്ചു. മെറിൻ മേരി ചാക്കോ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, 12 വർഷം ആഗോള കത്തോലിക്ക സഭയെ നയിച്ച തങ്ങളുടെ ആത്മീയാചാര്യൻ, തങ്ങളുടെ വലിയ ഇടയന് ലോകം ഇപ്പോൾ വിട നൽകുകയാണ്. ഏറെ ദുഃഖത്തോടു കൂടെ തന്നെയാണ് ലോകം അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ജന്മനഗരമായിട്ടുള്ള അർജന്റീന 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല സ്പെയിനിൽ ഇപ്പോൾ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഇപ്പോൾ ഈഫൽ ടവറിൽ ലൈറ്റുകൾ അണച്ചിരിക്കുന്നു. മാത്രവുമല്ല ഇപ്പോൾ പ്രധാനമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നെന്നുള്ള ലത്തീൻ ഭാഷയിലാണ് ഇപ്പോൾ ആ വെബ്സൈറ്റിൽ കാണാനാവുക. അത് അപ്പോസ്തോലിക്ക സെഡസ് വെക്കൻസ് എന്ന ലത്തീൻ ഭാഷയാണ് ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കാണാനാകുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ പോപ്പിന്, തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ, പ്രത്യേകിച്ചും ആഗോള കത്തോലിക്ക വിശ്വാസികൾ അദ്ദേഹത്തിന് വിട നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അനുശോചിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ലോകമെമ്പാടും കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാൻ്റെ വക്താവായിട്ടുള്ള മാറ്റിയോ ബ്രൂണിയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം ആ ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. അവിടെ വിശ്വാസികൾക്ക്, 100 കണക്കിന് വിശ്വാസികൾക്ക് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനും തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ ഒരു നോക്ക് കാണുവാനും ഉള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നത് സംബന്ധിച്ച വ്യക്തത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 2 ആഴ്ചയ്ക്കകമായിരിക്കും സംസ്കാര ചടങ്ങുകൾ, അല്ലെങ്കിൽ പോപ്പ് മരിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമാക്കുക. ഇത് 2 ആഴ്ചയ്ക്ക് ശേഷം കർദിനാൽമാർ യോഗം ചേർന്ന് 80 വയസ്സിൽ താഴെയുള്ള കർദിനാൽമാർ യോഗം ചേർന്നുകൊണ്ടാണ് പോപ്പിനെ തിരഞ്ഞെടുക്കുക. ഇതിൽ 135 കർദിനാൽമാർക്കാണ് വോട്ടെടുപ്പ് അവകാശമുണ്ടാവുക. ഇവർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ ഈ ബാലറ്റുകൾ ചരടിൽ കോർത്ത് സൂക്ഷിക്കും. അതിനുശേഷം പോപ്പിനെ തിരഞ്ഞെടുക്കാനായാൽ സിസ്റ്റന്റൈൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും. തിരഞ്ഞെടുക്കാനായില്ലെങ്കിൽ കറുത്ത പുക ഉയരും. ഇത്തരത്തിലാണ് പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഉള്ള ചടങ്ങുകൾ, അല്ലെങ്കിൽ ആ ഒരു ക്രമം അങ്ങനെ തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ അതെല്ലാം 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും തുടക്കമാകുക. ഇപ്പോൾ
പ്രിയപ്പെട്ട പാപ്പ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചടങ്ങുകൾ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കുമെന്ന് സംബന്ധിച്ച വിവരമൊന്നും ഒന്നും ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. ബുധനാഴ്ചയോടുകൂടി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ റോമിൽ അത് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. കർദിനാൾ മാരിയോ ഗബട്ടിയുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള സന്ദേശങ്ങളും അല്ലെങ്കിൽ ആ ദുഃഖം പങ്കുവച്ചുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും വരുന്നത്. ഉന്മേഷ്, ഈ മറ്റ് നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ എപ്പോഴൊരു വ്യക്തത വത്തിക്കാന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രതീക്ഷിക്കണം മെറിൻ? വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അത് വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും. അതിന് സമയമെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം സംസ്കാരം സംബന്ധിച്ച വളരെയധികം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വത്തിക്കാൻ അറിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക മൃതദേഹം ബസലിക്കയിൽ എത്തിക്കുമെന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ആ എത്തിക്കുന്ന പ്രോസസ്സിൽ ആരൊക്കെ ആ ഒരു പ്രക്രിയയിൽ ആരൊക്കെ പങ്കാളികളാകും അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ആരൊക്കെ നേതൃത്വം നൽകുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കുമെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അദ്ദേഹത്തിന് അന്തിമ അവസാനമായി വിട നൽകാനുള്ള അവസരം ഒരുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബുധനാഴ്ചയോടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വത്തിക്കാൻ്റെതായി പുറത്തുവരുന്നുണ്ട്. കർദിനാൾമാരുടെ യോഗവും ബുധനാഴ്ച ചേരുന്നുണ്ട്. ഇതിനുശേഷം ഉള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തുവന്നത്. ഇതാദ്യമായാണ് പദവിയിലിരിക്കുന്ന ഒരു മാർപ്പാപ്പ തൻ്റെ ജീവിതാനുഭവങ്ങൾ വിവരിച്ച് ആത്മകഥ എഴുതുന്നത്. കൗതുകകരമായ പല സംഭവങ്ങളും ആത്മകഥയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ പദവിയിലിരിക്കെ തന്റെ ആത്മകഥ എഴുതുന്നത്. കുട്ടിക്കാല ജീവിതാനുഭവങ്ങളിൽ തുടങ്ങി മാർപ്പാപ്പയായുള്ള 12 വർഷക്കാലത്തെ തന്റെ ജീവിതവും ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോപ്പ് അഥവാ പ്രത്യാശ എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. മരണാനന്തരം മാത്രമേ പുസ്തകം പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് ആദ്യം പുസ്തകത്തിന്റെ എഡിറ്ററായ കാർലോ മുസോയോട് പാപ്പ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് മനസ്സുമാറി. ജൂബിലി വർഷത്തിൽ പുറത്തിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2019 മുതൽ 2024 ഡിസംബർ വരെ മാർപ്പാപ്പയുമായി ആശയവിനിമയം നടത്തിയാണ് കാർലോ മുസോ പുസ്തകം തയ്യാറാക്കിയത്. അർജന്റീനയിൽ ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ കുടുംബത്തിലെ ബാല്യകാലം മുതൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാകും വരെയുള്ള 88 വർഷത്തെ ജീവിതം കൃതിയിലുണ്ട്. കുട്ടിക്കാലത്ത് താൻ കടുത്ത ഫുട്ബോൾ പ്രേമിയും ടാങ്കോ നൃത്തത്തോട് താൽപര്യമുള്ളയാളുമായിരുന്നുവെന്നും മാർപ്പാപ്പ എഴുതുന്നു. പഠിക്കുന്ന കാലത്ത് സഹപാഠിയുമായുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തെ തുടർന്ന് സഹപാഠിക്ക് ബോധക്ഷയമുണ്ടായെന്ന് പാപ്പ പറയുന്നു. ഇപ്പോഴും താൻ തെറ്റുകളും പാപങ്ങളും ചെയ്യാറുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നെഴുതുന്നു. തനിക്ക് താൻ അർഹിക്കാത്ത ബഹുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്നും പാപ്പ എഴുതുന്നു. ൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്നെ ഒരു വെളുത്ത പെട്ടി ഏൽപ്പിച്ചുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയിൽ പറയുന്നു. ലൈംഗിക ദുരുപയോഗവും അഴിമതിയും ഇരുണ്ട ഇടപാടുകളും അടക്കമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളായിരുന്നു ആ പെട്ടിയിൽ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ഉത്തരവാദിത്വം ഇനി താങ്കൾക്കാണെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. ടെലിവിഷനിൽ ഒരു ദുഃഖകരമായ രംഗം കണ്ടതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ TV കാണുന്നത് നിർത്തിയിരുന്നു. സെപ്റ്റംബർ 11 ആക്രമണങ്ങൾ പോലുള്ള ചില സുപ്രധാന സംഭവങ്ങളിൽ ഒഴിച്ച് ടെലിവിഷൻ കാണില്ലെന്ന തന്റെ പ്രതിജ്ഞയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറച്ചുനിന്നു. ആത്മകഥയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരമ്പരാഗത ശ്മശാനത്തിലല്ല
മറിച്ച് റോമിലെ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിൽ സംസ്കരിക്കണമെന്നാണ് പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലളിതമായ സംസ്കാരത്തിനുള്ള തന്റെ ആഗ്രഹവും ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു. സംസ്കാര ചടങ്ങിൽ ലളിതമായ ആരാധനാക്രമത്തിനും ലളിതമായ മരം കൊണ്ടുള്ള ശവപ്പെട്ടിയും ഉപയോഗിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവസാന അധ്യായത്തിൽ മാർപ്പാപ്പ സഭയുടെ ഭാവിയെപ്പറ്റി പറയുന്നു. സഭ മുന്നോട്ട് തന്നെ പോകും. ഞാനൊരു പടി മാത്രമാണ്. റിസർച്ച് ഡെസ്ക് 24. മാനവികതയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ അനുസ്മരിച്ചു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകുന്നതിനും സംസാരിക്കുന്നതിനും വളരെ സ്നേഹത്തോടുകൂടി കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയുടെ ശുശ്രൂഷ, അദ്ദേഹത്തിൻ്റെ ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഏറ്റവും ദുർബലരായവരെക്കുറിച്ചുള്ള കരുതൽ, ലോക മനസാക്ഷി രൂപീകരണത്തിൽ അദ്ദേഹം പുലർത്തിയ ശ്രദ്ധ, എല്ലാ മനുഷ്യരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന വലിയ ആത്മീയ ദർശനം, ഇതൊക്കെ ഫ്രാൻസിസ് പാപ്പായെ വ്യത്യസ്തനാക്കുന്ന മേഖലകളാണ്. മാർപ്പാപ്പയുടെ ദേഹവിയോഗം നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റേതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ്. അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ നിര്യാതനായ വിവരം വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിരുന്നത് അദ്ദേഹം സുഖം പ്രാപിച്ചു, അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മളെ കടന്നു പോകുമ്പോൾ, നമ്മോട് വിട പറയുമ്പോൾ ആ ദുഃഖം താങ്ങാനാവാൻ പറ്റാത്തതാണ്. എന്നെ കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പായും കോഴിക്കോട് രൂപതയെ ആർച്ച് ഡയസിസായും ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ്. എനിക്ക് ഇത്ര മഹത്തായ ഒരു സ്ഥാനം നൽകി ആദരിച്ച ഈ മാർപ്പാപ്പയ്ക്ക് ഞാൻ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും നേരുകയാണ്. വളരെയധികം വേദനയോടുകൂടിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ പറ്റി അറിഞ്ഞത്. വേദനിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന നേരുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോക ക്രൈസ്തവ സഭകളിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ആ പരമാധ്യക്ഷന്റെ ശബ്ദം കേൾക്കുവാൻ ഏത് കാലത്തും ലോകം കാതോർത്തിട്ടുണ്ട്. അസമാധാനം ലോകത്തിൽ നടമാടുമ്പോൾ, തിന്മ ലോകത്തിൽ അധികരിക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ കെടുതികളിൽ ജാതിയെന്നോ മതമെന്നോ രാജ്യമെന്നുള്ള വ്യത്യാസമില്ലാതെ, ഭാഷയെന്നോ ലിംഗമെന്നുള്ള വ്യത്യാസമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മധ്യേ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് എപ്പോഴും പരിശുദ്ധ പിതാവ് ശബ്ദമുയർത്തുമായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ യാതൊരു ആർഭാടവും കാണിക്കാതെ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരവും പ്രേക്ഷിത അധികാരവും ഇന്ത്യ മുഴുവനിലേക്കും നൽകിയ മാർപ്പാപ്പയാണ്. ചിലപ്പോൾ സെയിം സെക്സ് ഹോമോസെക്ഷൽസ്, പക്ഷെ അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്, അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാർപ്പാപ്പ.
അദ്ദേഹത്തിന് ഏറ്റവും മാതൃകയായി അദ്ദേഹം സ്വീകരിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള യേശുക്രിസ്തുവിനെ തന്നെയാണ്. യേശുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ആ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് കത്തോലിക്കാ സഭയുടെ പരമാചാര്യനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ നിയോഗം വളരെ വിശ്വസ്തയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തിലും സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, വിശ്വസ്തതയായിരുന്നു. മറ്റ് വാർത്തകളിലേക്ക് കൂടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപകൽ സമരയാത്ര പ്രഖ്യാപിച്ച ആശാ വർക്കേഴ്സ് സമരത്തിലെ മിനിമം ആവശ്യങ്ങൾ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മെയ് 5 കാസർഗോഡ് നിന്ന് സമരയാത്രയ്ക്ക് തുടക്കമാകും. ജൂൺ 17 യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും. പിണറായി സർക്കാർ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെയാണ് ആശമാർ 4ാം ഘട്ട സമരം പ്രഖ്യാപിച്ചത്. മെയ് 5 മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച ജൂൺ 17 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതാണ് രാപ്പകൽ സമരയാത്ര. 14 ജില്ലകളിലെയും വിവിധ നഗരങ്ങളിൽ നടക്കുന്ന സ്വീകരണ പരിപാടികളിൽ പ്രമുഖർ പങ്കെടുക്കും. രാത്രികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന് സമാനമായി തെരുവുകളിൽ തന്നെ അന്തിയുറങ്ങും. ഇനി ഞങ്ങൾ ഈ മെയ് മാസം 5-ാം തീയതി മുതൽ ജൂൺ 17-ാം തീയതി വരെ ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷ ആഘോഷം നടത്തുന്ന സമയത്ത് ഞങ്ങളും ഞങ്ങളുടെ നിരാഹാര സമരം അതേപോലെ തന്നെ ഞങ്ങളുടെ രാപ്പകൽ സമരം സഞ്ചരിക്കുന്ന ഒരു സമരമായി മാറ്റാനാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നുവരുന്ന ആശമാരുടെ രാപ്പകൽ സമരം 71 ദിവസവും അനിശ്ചിതകാല നിരാഹാര സമരം 33 ദിവസവും പിന്നിടുമ്പോഴും സർക്കാർ വഴങ്ങിയിട്ടില്ല. അതിനിടെ ഓണറേറിയം വർധന പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ ഇന്ന് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദരിച്ചു. 24 തിരുവനന്തപുരം. IPL ഗുജറാത്തിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 199 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് ടൈറ്റൻസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് എടുത്തു. നായകൻ ശുഭ്മാൻ ഗിൽ 90 റൺസുമായി ടോപ്പ് സ്കോറർ എന്നിപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് അറിയിക്കുന്നുണ്ട്. മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ ആരംഭിച്ചു. ഡ്രഡ്ജർ എത്തിക്കുന്ന കരാർ കമ്പനിയും സംയുക്ത സമരസമിതിയും നടത്തിയ ചർച്ചയിലാണ് സമവായമായത്. അതേസമയം മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. മണൽക്കൂനകൾ പൂർണ്ണമായും നീക്കം ചെയ്യാതെ പൊഴിമുറിക്കാൻ അനുവദിക്കില്ലെന്ന സമരസമിതി നിലപാടിനാണ് ഇന്നത്തെ ഡ്രഡ്ജർ എത്തിക്കുന്ന കരാർ കമ്പനിയുമായുള്ള ചർച്ചക്കൊടുവിൽ അയവ് വന്നത്. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പൊഴിമുറിക്കുക. പൊഴിമുറിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാനും ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് കൂറ്റൻ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. പൊഴിമുറിക്കാൻ സമരസമിതി സമ്മതം നൽകുന്നതോടെ കൂറ്റൻ ഡ്രഡ്ജർ ഉപയോഗിച്ച് എളുപ്പത്തിൽ മണൽ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് സമരസമിതിയും സർക്കാരും പ്രതീക്ഷിക്കുന്നു. പൊഴിമുറിക്കുന്നതോടുകൂടി തന്നെ സമീപ പഞ്ചായത്തുകളിലേക്ക് വെള്ളം കയറുന്നതിലും താൽക്കാലിക പരിഹാരമുണ്ടാകും. മണൽക്കൂനകൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു. അതേസമയം മുതലപ്പുഴയിലെ പ്രതിസന്ധിക്ക് കാരണം സർക്കാർ അനാസ്ഥ എന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അനാസ്ഥ ആരോപിച്ച് MLA വി ശശിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷനും മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. പ്രൈം ടൈമിലേക്ക് തിരികെ. കോഴിക്കോട് കുറ്റ്യാടിയിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന 1.5 മാസം പ്രായമായ കുട്ടി മരിച്ച നിലയിൽ. ഒതിയോർത്ത് റിയാസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. മുലപ്പാൽ നെഞ്ചിൽ കുടുങ്ങിയാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ. ഉന്മേഷ്, ദാരുണമായ സംഭവമാണ്. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ കുട്ടി. മൂത്ത മകൾ എത്തി നോക്കിയപ്പോഴാണ് ഈ കുട്ടി എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയാണ് മൂത്ത മകൾ റൂമിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ചലനമറ്റ നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ മരിക്കുകയായിരുന്നു. ആ സമയത്ത് മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികളിൽ എന്താണ് മരണകാരണം എന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. പ്രാഥമികമായി പോലീസ് പറയുന്നതനുസരിച്ച് മുലപ്പാൽ നെഞ്ചിൽ കുടുങ്ങിയാണ് മരണം എന്നാണ് പറയുന്നത്. ഒതയോത്ത് റിയാസിന്റെ മകളായിട്ടുള്ള നൂറ ഫാത്തിമയാണ് മരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ദാരുണമായ സംഭവമാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി
രാഹുൽ സുരേഷാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് വരുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇന്ന് വത്തിക്കാനിലെ കാസ സാന്റ മാർത്തയിൽ എത്തിക്കും. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാറൽ നേതൃത്വം നൽകും എന്നിപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ അറിയിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാമർശത്തിൽ നിയമ നടപടികളിലേക്കില്ലെന്ന് ആവർത്തിച്ച് വിൻസി അലോഷ്യസ്. തന്റെ പരാതിയിലെ പേര് ചോർന്നത് എങ്ങനെ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ICCക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകിയെന്നും വിവരങ്ങൾ പറയാനാകില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. ICCക്ക് മുന്നിലെത്തിയ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. സൂത്രവാക്യം സിനിമാ സെറ്റിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയിലായിരുന്നു സിനിമയുടെ ICC യോഗം കൊച്ചിയിൽ ചേർന്നത്. ഇരുവരുടെയും ഭാഗം കേട്ട് അന്തിമ റിപ്പോർട്ട് ഫിലിം ചേംബർ നൽകാനാണ് ICCയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇരുവരും മൊഴി നൽകാൻ കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തി. ഒറ്റയ്ക്കും അല്ലാതെയും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയെന്നും സിനിമാ സംഘടനകളുടെ നടപടികളിൽ പൂർണ്ണ തൃപ്തിയെന്നും വിൻസി അലോഷ്യസ്. അപ്പോൾ മൊഴീനെ പറ്റിയിട്ട് ഇപ്പോൾ ഇത് വെരി കോൺഫിഡൻഷ്യലാണ് ICCയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പം അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞെന്നും അതിൻ്റെ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. നിയമ നടപടി ഞാൻ പോയില്ല എന്നുള്ളത് ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ്. അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക്, പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല. മാതാവിനും പിതാവിനും സഹോദരനുമൊപ്പം ICCക്ക് മുന്നിലെത്തിയ ഷൈൻ ടോം ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വിൻസി അലോഷ്യസിന്റെ പരാതി പ്രാഥമികമായി ചർച്ച ചെയ്തെന്നും സൂത്രവാക്യം സിനിമ ICC നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് നടപടിയെന്നും ഫിലിം ചേംബർ വ്യക്തമാക്കി. സിനിമാ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ICC തീരുമാനം. അതേസമയം പരാതി ലഭിച്ചതിന് ശേഷം എന്ത് നടപടിയെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന വകുപ്പ് ഫിലിം ചേംബറിന് നോട്ടീസ് നൽകി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ നിയോഗിച്ച 3-അംഗ കമ്മീഷന് മുന്നിൽ ഇതുവരെയും ഷൈൻ വിശദീകരണം നൽകിയിട്ടില്ല. ICC റിപ്പോർട്ട് പ്രകാരമായിരിക്കും നടനെതിരെ എന്ത് നടപടിയെന്നുള്ളതിൽ വ്യക്തത വരിക. YS അഭിനന്ദ്, 24 കൊച്ചി. CMRL എക്സാലോജി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ അടക്കമുള്ളവരുടെ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED അപേക്ഷ നൽകി. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു. മെയ് 22-ലേക്കാണ് ഹർജി മാറ്റിയത്. CMRL എക്സാലോജിക് കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ED കുറ്റപത്രം വാങ്ങിയിരുന്നു. ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ED ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ട് പോകുന്നുവെന്ന സൂചന നൽകുന്നത്. ഇപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇനി നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പദ്ധതിയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാകും ED നടപടികൾ. 24 കൊച്ചി. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പത്തനംതിട്ട ഭീമയുടെ നവീകരിച്ച പുതിയ ഷോറൂം നടി വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. KSRTC സ്റ്റാൻഡിന് മുൻവശത്താണ് പുതിയ വിശാലമായ ഷോറൂം. ഡയമണ്ടുകൾ അടക്കം വ്യത്യസ്തമായ കളക്ഷനുകൾ ഉൾക്കൊള്ളിച്ചാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. വിൻസി ഓപ്പൺ ശേഷം ആ നമ്പർ ആ 1 എന്നുള്ളത് ഡബിളായി, സെയിൽസ് ഡബിളായി. അത് പൊതുജനങ്ങളുടെ സപ്പോർട്ടിനും മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല, വിൻസിയുടെ കൈയുടെ ഒരു പുണ്യം കൂടിയാണ്. They considered me as a part of Bima family. Thank you for that. And fortunately, sir പറയുന്നുണ്ട് എല്ലാവരുടെയും നല്ല സെയിലും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ടെന്ന്. So
ഇനിയും മുന്നോട്ട് ഒരുപാട് ഷോറൂംസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ഇന്ന് നോക്കാം വാൽകഷ്ണം. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമേ ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുള്ളൂ എന്ന് PV അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു. മുന്നണി പ്രവേശനത്തിൽ അൻവർ നിലപാട് കടുപ്പിക്കുകയാണോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ PV അൻവർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. നിലമ്പൂരിലെ ഫൈനൽ റൗണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ച മാത്രമല്ല, ഒരു പാർട്ടിനെ മുന്നണിയിൽ എടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയും തകൃതിയായി നടക്കുന്നുണ്ട്. എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? നിലമ്പൂരിന്റെ മണ്ണും മനസ്സും പാകമായി കിടക്കുക. അപ്പം മണ്ണും മനസ്സും പിന്നെ കുറച്ച് MLA കുപ്പായം റെഡിയാണ്. ചുമരെഴുത്തുകൾ പോലും വന്നു. നിങ്ങൾ കണ്ടു കാണും ചുമരെഴുത്ത്. ആരെ ഫോട്ടോ വരക്കണേ? മായ്ക്കണ്ടി വരൂലല്ലോ അല്ലേ? കൈപ്പത്തി ചിഹ്നം വരച്ച്. ചിഹ്നം റെഡിയാണ്. സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോ ഒന്നും വേണ്ടേ? ആളെ കാത്തിരിക്കുക. ആരാക്കരം? ആരെ പേരാ പറയണേ? ഒരു ദിവസം പറയും ഷൗക്കത്തിന് മുൻതൂക്കം, പിറ്റേ ദിവസം പറയും ജോയിക്ക് മുൻതൂക്കം. പക്ഷെ മുൻതൂക്കം അളന്ന് തൂക്കി പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ അവിടെ. അൻവർ പ്രത്യേകമായ രീതിയിൽ നിൽക്കുകയാണ്. പ്രത്യേക രീതി എന്താന്ന് വെച്ചാല് UDF സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് വരെ കോലിട്ടങ്ങോട്ട് കുത്തിയാലും മൂപ്പര് മിണ്ടൂലത്ര. കുട്ടി മിണ്ടുന്നില്ല. അതെങ്ങനെ? വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് വേണം? രാവിലെ ഉച്ചക്കും വൈകുന്നേരവും 3 നേരം പത്രക്കാരെ കണ്ടിരുന്ന ആളാണ്. എന്താ ഇപ്പൊ മൂപ്പർക്ക് ഇങ്ങനെ? മൂപ്പരാരേലും പേര് പറഞ്ഞിരുന്നോ? ഇല്ല, അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല. അല്ല, ഒരു ചെറിയ ഡിമാൻഡ് വെച്ചിരുന്നു. ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടത്ത് തന്നെ കാണും. അവിടെ ഇടൂ. എന്താണ് മൂപ്പര് പറയട്ടെ? എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? എന്താണ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്. സതീഷ് ചേട്ടാ, ഒരു പേര് മൂപ്പര് പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അൻവർക്കാർക്ക് താല്പര്യം ജോയിനായിരുന്നു. നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്. അടുത്ത അഭിപ്രായം പോരട്ടെ. എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലൈം. ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ? തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. പക്ഷെ ഇതൊന്നും അൻവർക്കാക്ക് കേൾക്കണ്ട. മൂപ്പര് ജോയിനെ കുറിച്ച് പുകഴ്ത്തി പാടാൻ തുടങ്ങി. അല്ല, ഏത് ജോയിനെ ഇപ്പൊ നിങ്ങൾ ഈ പറയണേ? ഈ പ്രസംഗിക്കണ ജോയിനാണോ? ആ കക്കാടം പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് വളഞ്ഞ വഴിയിലൂടെ ഒരു വാട്ടർ തീം പാർക്ക് കെട്ടിപ്പൊടിച്ചിരിക്കുന്നു അൻവർ. മൂപ്പര് നിങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. അതൊന്നും ഇപ്പൊ അൻവറിനൊരു പ്രശ്നമല്ല. നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയായി ഈ അൻവർ മാറുന്നു. പക്ഷെ ഇപ്പോ മൂപ്പര് പാട്ടുപാടി നടക്കും. ഇനി നീ എന്നെ തല്ലിയെ പോലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. എന്ത് സഹിക്കാനും റെഡിയാണ്. എങ്ങനെയെങ്കിലും UDFക്ക് ഒന്ന് കയറിയാ മതി. എല്ലാരും മനുഷ്യരല്ലേ. അപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തൃണമൂലിനെ UDFൽ എടുത്ത് അൻവറിനെ സന്തോഷിപ്പിക്കോ, അതോ അൻവറിന് പറ്റിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അൻവറിനെ സന്തോഷിപ്പിക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇതോടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം.